ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. രാവിലെ 9 മണി വരെ 13.13% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. മുൻ മുഖ്യമന്ത്രിയും RJD നേതാവുമായ ലാലു പ്രസാദ് യാദവും കുടുംബവും പട്നയിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ മാസം 14-ന് മഹാസഖ്യം സർക്കാർ അധികാരത്തിലെത്തുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा। 18 तारीख को बदलेंगे सरकार, 18 तारीख को बदलेंगे सरकार, 14 को नई सरकार मिलने वाली है। ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീനാഥ്, ഏറ്റവും ഒടുവിലും തേജസ്വി വമ്പൻ പ്രഖ്യാപനമൊക്കെ അങ്ങ് നടത്തിയിരുന്നു. മാത്രമല്ല, ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മറ്റൊരിക്കലും ഇല്ലാത്ത പോലെ ഈ വോട്ട് ചോരി ഗ്രൗണ്ടിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഇക്കുറി അവിടെ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന മഹാസഖ്യത്തിന് വലിയ പ്രതീക്ഷ പുറത്തു വന്ന പോളുകൾ നൽകുന്നില്ല. തേജസ്വി കോൺഫിഡന്റിലാണോ ശ്രീനാഥ്? അശ്മി, ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ തുടങ്ങി ഏതാണ്ട് 3 മണിക്കൂർ സമയമാവുകയാണ്. ഇതുവരെ 9:30 വന്ന കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 13% പേരാണ് ഇപ്പോൾ വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അശ്മി സെന്റ് സേവിയേഴ്സ് സ്കൂളിലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രമുഖരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ഇടമാണ്. ഇവിടെ ഈ ചെറിയ കലാപരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പോളിംഗ് ബൂത്തിന് മുന്നിൽ ഇതുപോലെ ഒരു കലാപരിപാടി എന്ന സംശയം ഉയരാം. അതിൽ പ്രധാനപ്പെട്ട കാരണം ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, അതത് രാജ്യങ്ങളെ പ്രതിനിധികൾ ഈ ബൂത്തിലേക്ക് എത്തുകയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ എങ്ങനെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കാനായാണ് ഇവിടെ ഇപ്പോൾ കലാപരിപാടികൾ ഇതുപോലെ നടക്കുന്നത്. ഇതിനോടകം തന്നെ തായ്ലൻഡിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നുള്ള പ്രതിനിധികൾ വരാനുണ്ട്. കൊളംബിയയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ളവർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടപടികൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടിയുള്ള ഒരു സ്വീകരണ പരിപാടി കൂടി നടക്കുന്നു. ഏതായാലും അശ്മി പറഞ്ഞതുപോലെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഒരു ബോംബ്, വോട്ട് ചോരി ആരോപണം, അത് ബീഹാറിലും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം പ്രധാനമായി ഊന്നി പറഞ്ഞത്. അപ്പോൾ ആ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ അവസാന ലാപ്പിൽ ഇന്നലെ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ്. ഏതാണ്ട് 3,75,00,000 വോട്ടർമാരുണ്ട്. 1314 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയാണ് ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നിൽ കുറച്ച് ചേച്ചിമാർ നൃത്തങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രീനാഥ് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന മോശം. ഞാൻ കുറെ നേരം കാണുന്നുണ്ട്. നേരത്തെ തായ്ലൻഡ് പ്രതിനിധികൾ വന്നപ്പോഴും അവർ ഈ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണോ? അല്ല, രസകരമായ ഇത് ഇവിടുത്തെ ഒരു പരമ്പരാഗത നൃത്ത രൂപമാണ്. അത് അവരോടൊന്ന് ചോദിക്കാം എന്താണ് ഈ നൃത്തം എന്നുള്ളത്. जो है आपको ये है, आपको कजरी है, झिझिया। हाँ हाँ, अच्छा ये झिझिया है? झिझिया है, बिहार का झिझिया ट्रेडिशनल डांस। हाँ जी, ये मिथिलांचल का झिझिया लोक नृत्य कहा जाता है इसे। ये हम लोग मतलब 2 तरह की झिझियाएं हम मतलब बिहार में है। एक जो है जो इंद्र देवता को प्रसन्न करने के लिए किसान की वाइफ्स जो है वो करती हैं, और एक होता है जो दशहरे के टाइम पे बहनें अपने भाई की लंबी आयु के लिए डायन और जोगिन से बचाने के लिए झिझिया करती हैं. മഴയ്ക്ക് വേണ്ടി ഇന്ദ്രഭഗവാനെ പ്രകീർത്തിപ്പെടുത്താൻ വേണ്ടി കർഷകരുടെ ഭാര്യമാർ നടത്തുന്ന നൃത്തം, അതുപോലെ സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാർ അവരുടെ ആയുസ്സിന് വേണ്ടി നടത്തുന്ന നൃത്തം, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ നൃത്തത്തിന്റെ ഒരു കഥ എന്നതാണ് അവർ പറയുന്നത്. അശ്മി, ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചേക്കും ശ്രീനാഥ്. ഇന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിച്ച് കർഷകർക്ക് കൃഷി നന്നാക്കാനുള്ള ഒരെണ്ണം. മറ്റൊന്ന് ദസറ സമയത്ത് സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാരുടെ ഗംഭീരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.